ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുറച്ച് കമ്പൻ ചുള്ളിലേക്ക് വെച്ചിട്ട് രണ്ട് അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കാം. സോ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫെയറി ഡോറാണ് കേട്ടോ. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ സിമ്പിളി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരത്തിനോട്, ട്രീനോടോ വാളിനോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിനോട് കണക്റ്റ് ആയിട്ട് ഒരു മാജിക്കൽ വേൾഡിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു മിനിയേച്ചർ ഡോറാണ് ഈ ഫെയറി ഡോർ. ഇതാണ് മെറ്റായെ എനിക്ക് പറഞ്ഞു തന്നത്, അത് അതേപോലെ നിങ്ങൾക്കും പറഞ്ഞു തന്നു. അപ്പോൾ ആദ്യം നമുക്ക് അതുണ്ടാക്കാൻ വേണ്ട കുറച്ച് മിനി ഐറ്റംസ് ഉണ്ടാക്കാം. അതിന് വേണ്ടത് കുറച്ച് കട്ടിയില്ലാത്ത ചുള്ളിക്കമ്പുകളാണ്. അപ്പോൾ അതെടുത്തിട്ട് സെയിം സൈസിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇതുപോലെ. അപ്പോൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ സൈസിൽ തന്നെ ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു ചാക്കുനൂലാണ്. ചാക്കുനൂലില്ലെങ്കിൽ ഏതെങ്കിലും ത്രെഡ് ആയാൽ മതി. എന്നിട്ട് ഓരോ കമ്പും ഇതുപോലെ വെച്ചിട്ട് കെട്ടിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ സൈഡും കെട്ടിട്ട് കൊടുക്കുക. ആ സെയിം പ്രോസസ്സ് തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാക്കുനൂല് വല്ലാണ്ട് വലിഞ്ഞ് പോരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ചാക്കുനൂല് മാറ്റിയിട്ട് ഒരു വൈറ്റ് ത്രെഡ് ഉണ്ടായിരുന്നു, അതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതേ ഒരു ഏണിയാണ്. സോ നമ്മൾ ഈ ഒരു സൈഡിൽ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ, മീൻസ് കെട്ടിട്ട് കൊടുക്കുന്ന പരിപാടി തന്നെ അപ്പുറത്തെ സൈഡിലോട്ടും ചെയ്തെടുത്താൽ നമ്മുടെ ഏണി റെഡിയാവും. ഈ ഫെയറി ഡോർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല പാർക്കിൻ്റെയും എൻട്രൻസിലായിട്ട് ഫെയറി ഡോറൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ട്രീ ഷേപ്പിലൊക്കെ ആയിട്ട് വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ട് കാണാറുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ ഫ്ലവറും ആ ലീഫ് പോർഷൻസും ഒക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞി പോട്ട്, അതായത് ഒരു ഫ്ലവർ വൈസ് ആണ്. അപ്പോൾ പോട്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മെഡിസിൻ ബോട്ടിലിൻ്റെ കൂടെ ഉണ്ടാവുന്ന ആ ഒരു അടപ്പുണ്ടല്ലോ, അതാണ്. അപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് ഞാൻ നമ്മളെ ഈ ട്രൗസേഴ്സിൻ്റെയും പാൻറ്റിൻ്റെ ഒക്കെ വള്ളി ഉണ്ടാവും പഴയത്, അതാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ത്രെഡാണ്. അപ്പോൾ ആ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ്. പെട്ടെന്ന് ഒട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആക്കി ചുറ്റി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോട്ട് ഇവിടെ റെഡിയാണ്. ഇനി ഫ്ലവേഴ്സ് നമുക്ക് താഴത്തെ ഭാഗത്ത് ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് ഇതിലോട്ട് ഇറക്കി കൊടുത്താൽ ഒരു കുഞ്ഞി ഫ്ലവർ പോട്ടും ഫ്ലവറും ഇവിടെ റെഡിയാണ്. നെക്സ്റ്റ് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇതുപോലെ രണ്ട് ക്ലേ ഉണ്ട്. ഒരു പിങ്കും ഒരു ലാവൻഡറും ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പിങ്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു മഷ്റൂമാണ്. ഈ ക്ലേ വെച്ചിട്ടുള്ള പരിപാടി എനിക്ക് അത്രയ്ക്ക് വശമില്ലാത്ത കാര്യമാണ്. അധികമൊന്നും ശരിയാവാറില്ല. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മഷ്റൂമിൻ്റെ മുകൾ ഭാഗമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ഏതെങ്കിലും ഒരു വിരലിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ആ ഷേപ്പ് നമുക്കറിയാലോ. ഇനി താഴെ ഭാഗത്തിന് വേണ്ടി ഞാൻ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. അതിലെ താഴത്ത് കുറച്ച് വീതിയിൽ ആക്കിയിട്ട് ഒരു സ്റ്റെമ്മ് പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകൾ ഭാഗം താഴത്തെ ഭാഗം ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ഈ മഷ്റൂമാണെന്നറിയാൻ മുകളിൽ കുറച്ച് വൈറ്റ് ഡോട്ട് വേണമല്ലോ. അപ്പോൾ അതിന് വൈറ്റ് കളർ എടുത്തിട്ട് ഇയർ ബഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് ക്ലേ ഉണ്ടെങ്കിൽ ക്ലേ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്ലേ വെക്കുന്നതിലാറ് ഈസി ഇങ്ങനെ ചെയ്യുന്നതാണ്. സോ നമ്മുടെ കുഞ്ഞു മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് ക്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കല്ലുകളും കൂടെ ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ പിന്നെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് കുറച്ച് ക്ലേ എടുക്കുക, ഒന്ന് ഉരുട്ടുക, കല്ലിൻ്റെ ഷേപ്പിൽ ആക്കണമെങ്കിൽ ആക്കുക, അല്ലെങ്കിൽ ആ ഉരുട്ടിയ പോലെ തന്നെ ആക്കിയാലും മതി. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഒരു 3-4 കല്ല് പോലെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിനി ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ മെയിൻ ആളെടുത്തിട്ടുണ്ട്. വേറെ ആരുമല്ല, കുറച്ച് പറകും കൊള്ളി, അതായത് ചുള്ളിക്കമ്പ് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ഐസ് സ്റ്റിക്കാണ് കേട്ടോ. ഇനി ഐസ് സ്റ്റിക്ക് തീരെ കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, കമ്പന്നെ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ദെൻ ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് ഐസ് സ്റ്റിക്ക് ഇതുപോലെ നീളത്തിലൊന്ന് ഒട്ടിച്ചെടുക്കണം. എൻ്റെ കയ്യിലുള്ള ഈ ഐസ് സ്റ്റിക്ക് അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു 6 എങ്ങാണ്ടാണ് 6 ഒട്ടിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഐസ് സ്റ്റിക്കിന് വിഡ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒട്ടിക്കുക. ഇനി ജസ്റ്റ് ഒരു ഡെക്കറേഷനായിട്ട് ഞാൻ 3 തിന്നായിട്ടുള്ള ഐസ് സ്റ്റിക്കും കൂടെ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ സെൻറ്ററിൽ അത് കളേർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ പിങ്ക് ഉണ്ടായിരുന്നത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി, ഇപ്പോൾ കാണുന്ന ആ 4 സൈഡ് ഉണ്ടല്ലോ ബ്ലാങ്ക് ആയിട്ടുള്ളത്, അവിടെയൊക്കെ നമുക്ക് ഈ കമ്പൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. താഴെ ഭാഗത്ത് കമ്പ് ഒട്ടിക്കുമ്പം അത്യാവശ്യം നല്ല സൈസുള്ള കമ്പാണെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ ഒട്ടിച്ചാൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ അത്ര സൈസുള്ള കമ്പ് ഇല്ലാനും കിട്ടിയത് എനിക്ക് മുറിക്കാനും കഴിഞ്ഞില്ല വേണ്ട സൈസിൽ. അതുകൊണ്ട് ഞാൻ 2 കമ്പ് ഒരുമിച്ച് ഒട്ടിച്ചിട്ട് അതാണ് ഒട്ടിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ താഴെ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കിയ മിനി ഐറ്റംസ് ഒക്കെ നമുക്ക് വെക്കണമല്ലോ. അപ്പോൾ ആ വെക്കാനുള്ളൊരു വിടുത്ത് താഴത്തോട്ട് കിട്ടണം. അത് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 കമ്പ് ഒട്ടിച്ചത്. മുകളിൽ ഞാൻ അതേപോലെ തന്നെ 2 കമ്പ് ഒന്ന് ഒരുമിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സെയിം പ്രോസസ്സ് തന്നെ 2 സൈഡിലും കൂടെ ചെയ്തെടുക്കുക. എല്ലാം ഒട്ടിക്കാനും ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഫെവിക്കോളൊക്കെ ആകുമ്പോൾ നല്ല ക്ഷമയുള്ള പരിപാടിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഒട്ടുന്ന വേറെ എന്തെങ്കിലും ഗ്ലൂ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ 4 ഭാഗം ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പിന് മുകളിൽ ഇങ്ങനെ 2 നമ്മൾ ബ്രാഞ്ചസ് വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒട്ടിച്ചാൽ കുറച്ച് ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അതാണ് ഞാൻ ഒരു സൈഡിൽ ഒട്ടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പരിപാടി ഓപ്ഷണലാണ് പെയിൻറ്റിങ്. വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഞാനിവിടെ എൻ്റെ കയ്യിൽ ബ്രൗൺ കളർ ഉണ്ടായിരുന്നു, അപ്പോൾ ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തപ്പം കുറച്ചും കൂടെ ഭംഗിയുള്ള പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഉണ്ടാക്കിയ എല്ലാ മിനി ഐറ്റംസും ഇതിലോട്ടൊന്ന് ഫിക്സ് ചെയ്യുന്ന ചടങ്ങാണ്. ആദ്യം തന്നെ നമ്മുടെ മിനി ഫ്ലവർ പോട്ടിനെ ഞാനിതാ ഈ ഒരു സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കമ്പും ഒരേ സൈസ് അല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബ്ലാങ്ക് സ്പേസ് കാണാനുണ്ടായിരുന്നു. ആ കാണുന്ന ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തു, ബ്ലാക്ക് കളറിൽ നമ്മൾ കല്ലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് അങ്ങനെ ഫിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞൻ മഷ്റൂമിന് ഇതാ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അതും ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചത്. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ അടുത്ത് ആ ഒരു ഗ്രീൻ കളർ സംഭവം ഉണ്ടായിരുന്നു, അത് ഈ മഷ്റൂമിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അവിടെ തന്നെ വേറൊരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലത്തെ ഒന്നെടുത്തിട്ട് ആ ഫ്ലവർ പോട്ടിൻ്റെ അടുത്ത് വെച്ചു. അതിൻ്റെയും താഴെ ഭാഗത്ത് കാണുന്ന സൈഡിലൊക്കെ ഞാൻ ഈ ബ്ലാക്ക് ക്ലേ വെച്ചിട്ട് ഫിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഫ്ലവർ പോട്ടിൻ്റെ അടുത്ത് നമ്മൾ വെച്ച ഗ്രീൻ സംഭവം ഞാൻ എടുത്തിട്ട് മുകളിൽ നമ്മൾ ആ ഒരു വടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ബ്രാഞ്ചസ് പോലെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ 2 ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ട്രീ നിൽക്കുന്ന പോലെ, മീൻസ് നേരത്തെ ചെയ്തതിനേക്കാട്ടിലും ഭംഗിയുള്ള പോലെ തോന്നി. അപ്പോൾ അത് ഗ്ലൂ വെച്ചിട്ട് മാത്രം ഒട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലേയും കൂടെ വെച്ചൊന്ന് ഫിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിനി ചെരുപ്പ് പോലത്തെ സംഭവം ഷൂ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്കെന്തോ അതിവിടെ ഒരു വെൽക്കം ബോർഡ് ആക്കിയിട്ട് യൂസ് ചെയ്യാമെന്ന് തോന്നി. ചെയ്ത് കഴിഞ്ഞപ്പം ഭംഗി ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൽ നമ്മളൊരു വെൽക്കം എഴുതാണ്. വെൽക്കം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ബ്രഷ് പെൻ ഉണ്ട്, ആ ബ്രഷ് പെന്നിലെ വൈറ്റ് കളറാണ്, അത് ഞാൻ യൂസ് ചെയ്യാറില്ല. അത് നമ്മളതിൽ മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ യൂസിങ്. പക്ഷേ ചെയ്യാത്തതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. തിന്നായിട്ടുള്ള ബ്രഷ് കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അങ്ങനെ അതും സെറ്റായി, അതും മുകൾ ഭാഗത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മുടെ ഏണിയാണ്, അതും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ്. അപ്പോൾ കൈ പൊള്ളാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ ഒട്ടിക്കുന്നത്. സോ ദിസ് ഈസ് ദി ഫൈനൽ ലുക്ക്. എന്താ പറയുക, ആദ്യമായിട്ടാണ് ഞാൻ ക്ഷമയോടെ കുറച്ച് മെനക്കെട്ടിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. വീഡിയോയിൽ കാണുമ്പോൾ എത്ര ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ഐറ്റം നോക്കാം. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യാൻഡിൽ ഹോൾഡറാണ്. വിറക് വെച്ചിട്ട് അല്ലെങ്കിൽ ചുള്ളിക്കമ്പ് വെച്ചിട്ട് ഒരു ക്യാൻഡിൽ ഹോൾഡർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ, കാണിച്ചു തരാം. ആദ്യം വേണ്ടത് കുറച്ച് കട്ടിയുള്ള ചുള്ളിക്കമ്പുകളാണ്. എന്നിട്ട് ഇതാ ഒരേ സൈസിലൊക്കെ ഏകദേശം ആകുന്ന പോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മാർബിളിൻ്റെ പീസാണ്. റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ടായിരുന്നു കയ്യിൽ, അതുകൊണ്ടാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 2-3 കാർഡ്ബോർഡ് ഒരുമിച്ച് ഒട്ടിച്ചാൽ മതി. പിന്നെ ഞാൻ ആദ്യം 2 കമ്പുകൾ ഇതുപോലെ സൈഡിൽ നിന്ന് ഒട്ടിച്ചിട്ട് ചാക്കുനൂല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ ഒട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു 2 കമ്പും കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കമ്പായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെരിച്ചൊട്ടിക്കാൻ കുറച്ച് പാടാണ്. സോ ആദ്യം ഞാൻ ചെയ്ത പോലെ 2 കമ്പ് ഒട്ടിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് ഒട്ടിച്ചാൽ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും. ഇനി ഓപ്ഷണൽ പരിപാടിയാണ് പെയിൻറ്റിങ്. നേരത്തെ നമ്മളെടുത്ത ബ്രൗൺ പെയിൻറ്റ് തന്നെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സർഫസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ചെയ്യുമ്പോഴും ഇപ്പോൾ ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, പെയിൻറ്റിലൊട്ടും വെള്ളം കൂട്ടാണ്ട് കൊടുത്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ താഴെ ഭാഗത്തും കൂടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെയിൻറ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ക്യാൻഡിൽ ഹോൾഡർ അല്ലേ, സോ ഒരു ക്യാൻഡിലും കൂടെ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു വിൻറ്റേജ് ലുക്ക് തന്നെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്യാമ്പ് ഫയർ എന്നുള്ള ഒരു തീമാണ് കേട്ടോ. നോട്ട് ദി പോയിന്റ്, ഇതിൽ ഒറിജിനൽ ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ വിറക് കത്താനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു ഷോ പീസായിട്ട് വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നൈറ്റ് ലുക്ക് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുക്കുക. പിന്നെ ഇന്ന് ചെയ്തതിൽ ഏത് ക്രാഫ്റ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.